സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം തിരുനാവായയിൽ, അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംരംഭം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുംഭമേള. എന്തിന്റെ പേരിലാണ് ഈ കുംഭമേളകൾ നടത്തുന്നത്? സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളോടുകൂടിയും ദൈവികമായിട്ടുള്ള അല്ലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ഹിന്ദുക്കൾ എല്ലാവരും കൂടി തമ്പടിക്കുന്ന ഒരു ഏരിയയാണ് ഈ കുംഭമേളയിൽ, അല്ലെങ്കിൽ കുംഭമേള എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് നടത്തുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ മലപ്പുറത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ ഈ പറയുന്ന കുംഭമേള നമ്മുടെ ജനുവരി 16-ാം തീയതി മുതൽ ആരംഭിച്ചു. അപ്പൊ ഈ കുംഭമേള ആരംഭിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ കുംഭമേള തുടങ്ങുന്നതിനെ അല്ലെങ്കിൽ അതിനെ നടത്താൻ വേണ്ടിയിട്ട് ഇവര് മുന്നിട്ട് നിന്ന സമയത്ത് പിണറായി സർക്കാർ അതിനെ എതിർത്തു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി സർക്കാർ എതിർക്കാനുണ്ടായ കാരണം എന്താ ഞാൻ ആദ്യം പറയുന്നതിന് മുൻപ്, പിണറായി വിജയനെ എതിർക്കുന്ന, പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ എതിർക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീമ്പിളക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം വൃത്തികേടാണെന്ന് പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ഒരു കൂട്ടം ആളുകളിൽ രണ്ടുപേരെ ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഘിപുത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ അടുത്ത ആളായിട്ടുള്ള ഒന്ന് ലസിത പാലിക്കൽ, ഒന്ന് ഷൈനി മധുസൂദനൻ. ഈ രണ്ടുപേരെ പറ്റി നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതായത് വേടന്റെ വിഷയം വന്നപ്പോൾ ഇവരെടുത്തിട്ടുള്ള നിലപാടുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്താണ്. വേടന്റെ പാട്ടുകൾക്ക് സംസ്ഥാന സർക്കാർ കൊടുത്ത അവാർഡിനെ പറ്റി ഇവര് മോശമായ രീതിയിൽ, അപക്വമായ രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്താലും അതെല്ലാം കൊള്ളരുതായ്മയും കുറ്റവുമാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ, അല്ലെ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ ഇവര് സൈബർ പോരാളികളായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇതിലൊരു സാധനം, ഒരു മണ്ഡലത്തിൽ എന്തോ ജയിക്കാനായിട്ടൊക്കെ നിന്ന് ജയിച്ചോ പൊട്ടിയോ എന്നറിയില്ല, എന്തായാലും ജയിച്ചിട്ടുണ്ടാവും. മേ ബി ആളുകളുടെയൊക്കെ ഉള്ളിൽ ചാണകം കുത്തിക്കരി ജയിച്ചിട്ടുണ്ടാവും. എന്തായാലും അവിടെ നിൽക്കട്ടെ, വലിയ കാര്യമില്ല. അപ്പൊ ഇത് രണ്ടെണ്ണവും ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുംഭമേള ഇടതുപക്ഷ സർക്കാർ നിർത്തിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നടക്കുന്നത് മലപ്പുറത്തായതുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ പിണറായി വിജയന് പേടിയാണ്. അപ്പൊ അങ്ങനെ ഈ മതനിരപേക്ഷത, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സാഹോദര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാവണം എന്ന് പലപ്പോഴും പറയുമ്പോഴും അതൊന്നും മലപ്പുറത്ത് കുംഭമേള നടത്തുന്ന കാര്യത്തിൽ വന്നിട്ടില്ല. ഇവർക്ക് ശരിക്കും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, കുംഭമേള നടക്കുന്നത് മലപ്പുറത്തായതുകൊണ്ട് തന്നെയും അവിടെ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ, മനുഷ്യരാണ്, എന്നാൽ തന്നെയും അവരെ ഈ മതത്തിന്റെ പേരിൽ വേർതിരിച്ചിരിക്കുന്നിടത്ത് അവര് മുസ്ലിങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും സ്പർദ്ധയുണ്ടാക്കണം, അതിൽ കൂടി പിണറായി വിജയനെ കുറ്റം പറയണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തടഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, തിരുനാവായ ആ ഒരു ഭാരതപ്പുഴയുടെ പ്രദേശത്ത് അനധികൃതമായിട്ട് ഭൂമി കയ്യേറിയിട്ട് അവിടെ പാലം പണിയുന്നതും, ഈ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പാലം വേണം, പാലം ഇല്ലാതെ പുഴ കടന്ന് പോകാൻ പറ്റില്ല. നമുക്കറിയാം, മാരാമൺ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ പാലം കയറി വേണം ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ അത് അനധികൃതമായിട്ട് സർക്കാരിനെ അറിയിക്കാതെ അവിടെ പുഴ കയ്യേറി ആ പുഴയിൽ JCB ഇറക്കിക്കൊണ്ട് പുഴയുടെ അടിത്തട്ടുകൾ വൃത്തിയാക്കുകയും ആ പുഴയിൽ നിന്ന് മണലുകൾ വാരി മാറ്റിക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരതിന് ഒരു തടയിടാനായിട്ട് അവർ ശ്രമിച്ചു. അതായത് അനധികൃതമായിട്ട് കയ്യേറ്റം ചെയ്തൊന്നും നടത്തേണ്ട കാര്യമില്ല. ഈ കുംഭമേള നടത്തണമെന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിച്ചോ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് നടത്താം. എന്നാൽ ഇവർ ചെയ്തത് എന്താണ്? അനധികൃതമായിട്ട് JCBയും വെള്ളത്തിലേക്ക് ഇറക്കി, പുഴയിലേക്ക് ഇറക്കി അവിടുത്തെ ഒരു എല്ലാ രീതിയിലും ഇവരങ്ങ് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യം ഇതാണ്: ഹിന്ദുക്കളുടെ സമാധാനത്തിനും ഹിന്ദുക്കളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് കുംഭമേള നടത്തണം. അപ്പൊ റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയിട്ടാണ് ഈ കുംഭമേള തടഞ്ഞതെന്നാണ് ന്യൂസുകളിലൊക്കെ വന്നത്. 3 ദിവസങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ന്യൂസിൽ എന്താണ് പറയുന്നത് ഞാനൊന്ന് എന്തായാലും കാണിച്ചു തരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള തടഞ്ഞ സർക്കാർ. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ പറയുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സംഘിപുത്രികളുടെ ആ വാക്കുകളോട് കേട്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ ന്യൂസ് 8 വീഡിയോയിലേക്ക് പോകാം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥിതി അനുമോദ വിവരങ്ങളുമായി ചേരുന്ന അനുമോദ, കാരണങ്ങളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞതെന്ന് പറയുന്നു. എന്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്?
നമുക്കറിയാം തിരുനാവായ നവമൂല ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരത്താണ് നിലയുടെ ആ മണൽപ്പരപ്പിലാണ് ഈ ഒരു കുംഭമേളയുടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് പാലം നിർമ്മിക്കുകയും ആ മണൽപ്പരപ്പ് അവിടെ ജനങ്ങൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിൽ മണൽക്കാട് മാറ്റി അവിടെ യോഗ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനുവേണ്ടി JCB മറ്റ് യന്ത്ര സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മണൽപ്പരപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറുടെ ഭാഗത്തും ഉത്തരവ് നടപടിയുണ്ടായിരിക്കുന്നത്. ഈ പുഴയുടെ മണൽപ്പരപ്പിലും അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ താൽക്കാലിക പാലം നിർമ്മിച്ചത് അനുവാദമാകാതെയാണെന്ന് കാണിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പിംഗ് നൽകിയിരിക്കുന്നത്. അതായത് കുംഭമേളയ്ക്ക് ഈ മഹാമാഘ മഹോത്സവത്തിന് തടസ്സമല്ല, അതിനുവേണ്ടി പുഴയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പിംഗ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇവരാദ്യം പറഞ്ഞു ഒരറിയിപ്പുമില്ലാതെ സർക്കാർ വന്ന് നിർത്തിവെപ്പിച്ചു. പിന്നീട് പറയുന്നു അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ് അനധികൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരു നോട്ടീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അനധികൃതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? അതിനുശേഷം അനുമതി കൊടുത്തിട്ടുണ്ട്, അനധികൃതമായിട്ട് ഇവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവര് കാര്യങ്ങൾ സർക്കാരിനെ സമീപിച്ച് വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ട് അനുമതി കിട്ടി. അപ്പൊ അങ്ങനെ കുംഭമേള ഇപ്പൊ നടക്കാൻ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഈ ലസിത പാലക്കൽ അടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഷൈനി മധുസൂദൻ അടങ്ങുന്ന ഇത്രയും ആളുകൾ വലിയൊരു വിരോധവുമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഷൈനി മധുസൂദനൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളിന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിനെപ്പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പറയാം. തിരുനാവായ മഹാമാഘ മഹോത്സവവും ഇവിടെ നടത്തിയിരിക്കും. ഇതിനിടയിൽ അറിയാവുന്ന നാദിയ കളികളെല്ലാം കളിക്കുമെന്ന് അറിയാം. എങ്കിലും പിണറായി വിജയൻ സഖാവിനോട് പറയുന്നത് ധർമ്മത്തിന്റെ സൈന്യമാണ് നാഗസന്യാസിമാർ. ആത്മീയ പാരമ്പര്യമുള്ള മഹോത്സവത്തോട് വിരോധാഭാസം പ്രകടിപ്പിക്കുന്നവൻ ആരായാലും മനസ്സിലാക്കണം, സനാതന ധർമ്മം ദുർബലമല്ല. ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ധർമ്മരക്ഷയ്ക്കായി ആക്രമണങ്ങളെ നേരിടാൻ ഇവിടുത്തെ ഓരോ ഹിന്ദുവും കരുത്താർജിച്ചു കഴിഞ്ഞു. ധർമ്മോ രക്ഷതി രക്ഷിതാഹ. അപ്പോ തിരുനാവായ മഹാമാഘ മഹോത്സവം കുംഭമേളയിൽ എല്ലാവരും പങ്കെടുക്കുക, ആത്മചൈതന്യം നേടുക, വിജയിപ്പിക്കുക. എല്ലാ ഹിന്ദു ഭക്തർക്കും എന്റെ ആത്മപ്രണാമം. ജയ് ഹിന്ദ്. അയ്യോ, ജയ് ഹിന്ദ് എന്ന് പറയുക യുദ്ധത്തിന് പോവല്ലേ. ഇവരീ പറയുന്ന ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ എന്തായാലും ഞാൻ പെടില്ല കേട്ടോ. ഞാനൊരു ഹിന്ദു തന്നെയാണ്. എനിക്ക് മതമോ അങ്ങനെയൊന്നുള്ള സാധനങ്ങളൊന്നുമില്ല. ഞാനൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് എല്ലാ ഹിന്ദുക്കളും അവിടെ വരണം. പറയുന്നതിലൊരു കാര്യമുണ്ട്, എല്ലാ ഹിന്ദുക്കളും വരണം. അതെന്തേ കുംഭമേളയിൽ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നുകൂടുന്നുണ്ടോ? എന്താണ് സ്ത്രീയെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെയൊക്കെ എലിയിലേക്ക് വെക്കാറായി. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞ സാധനങ്ങളാണ്. ഇവർക്കാണ് ഏറ്റവും വലിയ കുരുപൊട്ടൽ. ഇവരെ പോലെ തന്നെയാണ് ആ സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സത്യഭാമ. ഇവരൊക്കെ ഏത് രാഷ്ട്രീയമാണ്? ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്? ഇവരുടെയൊക്കെ രാഷ്ട്രീയം ചാണകങ്ങളുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ ഷൈനി മധുസൂദനൻ, ഈ ലസിത പാലക്കൽ, അതേപോലെ തന്നെ ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് സ്വയമേ പറഞ്ഞ് അഹങ്കരിച്ച് കിടക്കുന്ന ആ സ്ത്രീയും സംഖ്യപുത്രിയാണ്. അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പോസ്റ്റുകളിൽ തന്നെ അവർ പറയുന്നുണ്ട്, നരേന്ദ്രമോദിജിയെ അഗാധമായിട്ട് പ്രണയിക്കുന്ന, അല്ലെ നരേന്ദ്രമോദിജിയെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ തീട്ട വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതിൽ ഇവർ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന എന്താണ്, അല്ലെ കുത്തി തിരുകാൻ ശ്രമിക്കുന്ന എന്താണ്? ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ സന്യാസിമാർ കഞ്ചാവും വലിച്ചിട്ട് ഈ സമാധാനം അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഉന്നതി, ഹിന്ദുക്കൾക്കിടയിലുള്ള അവരുടെ ഐക്യം അത് ഊട്ടി ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഉത്തരേന്ത്യയിൽ ഇവരെന്താ ചെയ്യുന്നത്? ഒരു ചെറിയൊരു തുണി കൊടുത്തുകൊണ്ട് കഞ്ചാവും വലിച്ച് റോഡിൽ കൂടി ഇറങ്ങി തെണ്ടി നടക്കുകയാണ്. അവിടുത്തെ സന്യാസിമാർ ചെയ്യുന്ന പരിപാടി അതാണ്. ഇതാണോ സനാതന ധർമ്മം? ഇതാണോ നമ്മൾ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് നല്ല ഐക്യം ഉണ്ടാവണം, അല്ലെ ഹിന്ദുക്കൾക്ക് നല്ല സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവണം, ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് കഞ്ചാവും വലിച്ച് തുണിയില്ലാതെ നടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതേപോലെ കേരളത്തിലും വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് ശരിക്കും അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല അവിടുത്തെ കുംഭമേള നിർത്തിവെക്കാനായിട്ട് സർക്കാർ പറഞ്ഞത്. അനധികൃതമായിട്ട് എന്ത് പരിപാടി ചെയ്താലും അത് അംഗീകരിക്കാനാവില്ല. അത് ഏത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ആ നിലപാടിലാണ് ഇവർക്ക് അതൃപ്തി.
ഇവർക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി മോഷണം അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവാക്കി കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കി വീട്ടിൽ അരിയും പച്ചക്കറിയൊക്കെ മേടിച്ച് ജീവിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണ്. അപ്പൊ ലസിത പാലക്കലിന് ഇതിന് എന്താണ് പറയാനുള്ളതെന്നൂടെ ഞാൻ എന്തായാലും ഇത് കേൾപ്പിക്കാം. അതോടെ നിങ്ങളൊന്ന് കേൾക്കണം. നമസ്കാരം. 2026 ജനുവരി 18-ാം തീയതി കേരളത്തിൽ നടക്കുന്ന കുംഭമേള, ആ കുംഭമേള ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ കാണിച്ചു കൂട്ടുന്ന കളികൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. പിന്നെ നിങ്ങളെല്ലാ ഹിന്ദുക്കളും അവിടെ ഈ പിണറായി വിജയൻ സർക്കാരിന് തന്നെ നല്ലോണം കുത്തണം, ആഞ്ഞു വിരിഞ്ഞു കുത്തണം. ഇവരെ പോലെയുള്ള ആൾക്കാരാണ് ആദ്യം മതസ്പർദ്ധ വളർത്തുന്നത്. ഈ പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാർ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം, എന്താണ് കുംഭമേള എന്നുള്ള കാര്യം. ഈ കുംഭമേള എന്താണെന്ന് അറിയില്ല. അയ്യോ, കുംഭമേള വന്നു കഴിഞ്ഞാൽ RSSകാർ കൂടിപ്പോവും എന്നുള്ള ചിന്താഗതിയായിരിക്കും ഇയാൾക്ക് ഉണ്ടാകുന്നത്. എന്താ കഷ്ടം. ഇവരെ പോലെയുള്ള ആൾക്കാർ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇവിടെ രക്ഷയില്ലാതാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെയല്ലേ എല്ലാ ആൾക്കാരും കൂടിയിട്ടല്ലേ ഇവരെ പോലെയുള്ള ആൾക്കാരെ വോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നത്. ഇപ്പൊ എന്തായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. 2026 ജനുവരി 18-ാം തീയതി നടത്തുന്ന കുംഭമേള ഇവളേതോ സാധനമൊക്കെ അടിച്ച് നല്ല കിക്കായിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം നല്ല ഫിറ്റായിട്ട് എന്തോ ഇരുന്ന് സംസാരിക്കണം. എന്തെങ്കിലും ആവട്ടെ. ഇടതുപക്ഷ സർക്കാർ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കൾക്ക് എന്ത് വിലയാണുള്ളത്? ഹിന്ദുക്കൾക്ക് എന്ത് വിലയാണുള്ളത്? ഇതാണ് ചോദിക്കുന്നത്. ഇവിടെ ശരിക്കും മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരും അടങ്ങുന്ന വൃത്തികെട്ട സാമാനങ്ങളാണ് സ്ത്രീകളെ. ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക. ആ സ്പർദ്ധയിൽ കൂടി ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറയുക. അതിൽ കൂടി മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ അടിയുണ്ടാക്കുക. അത് കണ്ട് ഇങ്ങനെ കൈയും നഖമൊക്കെ കൂട്ടി ഉരച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കുക. അതാണ് ഇവർ ശ്രമിക്കുന്നത്. വീട്ടിൽ കൊച്ചുമക്കളുടെയൊക്കെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ അപരാധങ്ങളും അപവാദങ്ങളും ഒക്കെ പറയാൻ നാണമില്ല സ്ത്രീകളെ നിങ്ങൾക്ക്? ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അതില് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്, ഉത്തരേന്ത്യയിൽ കുംഭമേളയിൽ കുല കാണിച്ചുള്ള നാഗസന്യാസിമാര് കഞ്ചാവ് വലിച്ചു വരുന്നത് കാണാനായി. അത് തിരുനാവായയിൽ ഉണ്ടാകുമോ? പിന്നെ കേരളത്തിന്റെ കുംഭമേളയോ? കേരളത്തിന്റെ ചരിത്രത്തിൽ കുംഭമേളയ്ക്ക് എന്ത് പ്രസക്തി? ഈ സ്ത്രീ പറയുന്ന വിവരക്കേടിന് താങ്ങാൻ നിൽക്കുന്നവരോട് സഹതാപം മാത്രം. പിന്നെ വേറെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, BJP രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്നെ പോലെയുള്ള വർഗീയവാദികളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്, കുംഭമേള കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് വായിക്കാൻ പറ്റില്ല, അതുപോലത്തെ വൃത്തികേടാണ്. ഉടുതുണി ഇല്ലാത്ത അല്ലെങ്കിൽ ഉടുതുണി പോലും ഇല്ലാത്ത താടിയും മുടി നീട്ടി നഗ്നരായി നടക്കുന്ന കുറെ മൈകൾ. കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൂടെ? പേരെന്തിനാ പറയുന്നത്? ജിഹാദികളുടെ സമ്മേളനമോ വല്ല പരിപാടിയും മറ്റോ ആണെങ്കിൽ മുഖ്യനും കൂട്ടരും മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടാവും. നട്ടലും നാണവും മാനവും ഇല്ലാത്ത ഹിന്ദുക്കൾ അത്ര കിട്ടിയാലും പഠിക്കില്ല. ലസിത പാലക്കലിനെയും ഷൈനി മധുസൂദനെയൊക്കെ പിന്തുണയ്ക്കുന്ന കുറച്ച് മണ്ടൻ ഹിന്ദുക്കളുമുണ്ട് കേട്ടോ. അതില് ഞാൻ ഈ മണ്ടൻ ഹിന്ദുക്കൾ എന്ന് വിളിച്ചത് നല്ലൊരു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും വറീഡല്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ജീവിച്ച് സ്വൈര്യ ജീവിതം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും നടന്നിട്ടൊന്നും കാര്യമില്ല. ഈ ഭയത്തിൽ നിന്നാണ് ഭക്തി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഭയം മാറ്റാൻ വേണ്ടിയിട്ട് ഭക്തിയെ കണ്ടുപിടിച്ചത്. എന്നാൽ ഇന്ന് ഭയവും ഭക്തിയും എല്ലാം ചേർത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഭയവും ഭക്തി എന്ന് പറയുന്ന സാധനങ്ങൾ ഒരു സങ്കല്പമാണെങ്കിലും ഇന്നതൊരു ആയുധമാണ്. ആർക്കെതിരെ നടത്താനുള്ള ഒരു ആയുധം? ഭയം എന്ന് പറയുന്നത് ഈ പറയുന്ന ദുർബലരായിട്ടുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധവും, ഈ മതം എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ആയുധം. നമുക്കറിയാം സംഘപരിവാറിന്റെ അജണ്ട എന്താണ്? ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുക. അത് കേരളത്തിൽ നല്ല രീതിയിൽ അങ്ങോട്ട് വിത്ത് പാകിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് അവർക്ക് കൂട്ടി നിൽക്കുന്ന വൃത്തികെട്ട സംഘടനകളൊക്കെ ഉണ്ട് ഇവരെ പോലെയുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ കിടന്ന് മെഴുകുന്നത്. അതിനു വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കുന്ന സംഘിപുത്രികളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇവർ രണ്ടുപേരും പറയുന്നത് ഈ കുംഭമേള തടഞ്ഞ പിണറായി സർക്കാർ ഇപ്പൊ കുംഭമേള നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് അമിത്ഷായും ഈ നരേന്ദ്രമോദിയും ഒക്കെ ഇടപെട്ടാണ് നടത്തിയെന്ന് വേണമെങ്കിൽ ഇവർ പറഞ്ഞു തീർക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം സ്ത്രീകളെ എന്താണ് അവർ ചെയ്തതെന്നുള്ളത്. അവർ വോട്ട് കൊടുത്തത് ഇടതുപക്ഷ സർക്കാരിനാണ്, അതല്ല പിണറായി വിജയന് വേണ്ടിയിട്ടല്ല. ഇടതുപക്ഷ സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അവർക്കറിയാം. ഈ വർഗീയത ഉണ്ടാവില്ല, ജാതിക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടാവില്ല, പിന്നെ നമുക്കൊക്കെ വീട്ടിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഈ 2-3 കാര്യങ്ങളാണ് ജനങ്ങൾ കൂടുതലായിട്ട് നോക്കുക. അല്ലാതെ ഓണക്കിറ്റോ പച്ചക്കറികളോ ഒന്നും അല്ല നോക്കുക. നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. ഇവിടെ സമാധാനമാണ് മനുഷ്യർക്ക് വേണ്ടത്. അവർക്ക് കുറെ ഓണക്കിറ്റും പച്ചക്കറി കിറ്റും കിട്ടുന്നതിനേക്കാൾ അപ്പുറം
സ്വൈര്യ ജീവിതം, അവർക്ക് സമാധാനത്തോടു കൂടി ജാതി എന്താ മതം എന്താ ഇതൊന്നും അറിയാതെ ജീവിക്കണം. എന്നാൽ നിങ്ങളായിരുന്നു ഇവിടെ ഭരണത്തിൽ വന്നതെങ്കിലോ ജാതിയായി മതമായി ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് പണിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ അങ്ങ് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ എണ്ണം. നാണമുണ്ടോ നിനക്കൊക്കെ? ഈ ലസിത പാലയ്ക്ക് വലിയ വിട്ട് വലിയ വീമ്പിളക്കുന്നുണ്ടല്ലോ. എന്താണ് കുംഭമേള എന്ന് ഇടതുപക്ഷ സർക്കാരിന് അറിയില്ല, പിണറായി വിജയൻ അറിയില്ല എന്ന്. എന്താണ് സ്ത്രീയെ കുംഭമേള? എന്തിനു വേണ്ടിയിട്ടാണ് കുംഭമേള നടത്തുന്നത്? ഈ നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിന് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയുടെ ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് കുംഭമേള നടത്തുന്നത്? ഒരു പണിയുമില്ലാത്ത കുറെ എണ്ണം പോയി കുത്തിയിരുന്ന് കാണുന്ന ഈ സന്യാസിമാർ, അതായത് സന്യാസിമാരെന്ന് പറഞ്ഞുകൊണ്ട് തുണിയും മണിയും ഇല്ലാതെ നടക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരുടെ ഓരോ ചേഷ്ടകൾ, അവന്മാരുടെ മ്ലേച്ഛകരമായ പ്രവർത്തികൾ കാണുന്നതിനെയാണോ കുംഭമേള എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കുംഭമേള നടത്താൻ പാടില്ല. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഞാൻ ഒരു ഹിന്ദു തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു കുംഭമേള നടത്താൻ പാടില്ല എന്ന് തന്നെ പറയും. ഇത് കണ്ടിട്ട് കുരു പൊട്ടുന്ന സംഘിപുത്രികളും സംഘിപുത്രന്മാരും ഒക്കെ ഒന്ന് ഓർക്കുക. കുംഭമേള കൊണ്ടല്ല നമ്മുടെ കേരളം പച്ചപിടിച്ച് പോയിട്ടുള്ളത്. കേരളത്തിൽ വലിയ വിപത്തുകൾ, മഹാമാരികൾ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു. ഇതെല്ലാം വന്നപ്പോൾ കുംഭമേള നടത്തിയത് കൊണ്ടല്ല ഇതൊന്നും മാറിയത്. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവര് വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് നിന്നുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവൻ നിലനിർത്തിയത്. അതുകൊണ്ട് ഇവിടെ കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. കൂടുതൽ കുംഭമേളയുടെ മഹാവിശേഷങ്ങൾ, അല്ലെ കുംഭമേളയുടെ വലിയ വിശേഷണങ്ങളോ, അല്ലെ കുംഭമേള വലിയ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാര രീതിയൊന്നും വേണ്ട. അതുകൊണ്ട് സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പണി നിങ്ങൾ എടുത്തു. അല്ലാതെ സർക്കാരിനിട്ട് കുത്താനോ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാനോ അങ്ങനെ നിങ്ങളുടെ വിചാരമെങ്കിൽ അത് രണ്ടായിട്ട് മടക്കി കുത്തി മടിക്കുത്തിന് താഴെ അങ്ങ് വെച്ചാൽ മതി എന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഈ കുംഭമേള നിർത്തിവെക്കാൻ പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇവരെ പോലെയുള്ള വിഷജന്തുക്കൾ ഇതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് കൈയും കെട്ടി നോക്കിയിരിക്കുക? ഓക്കെ, ബൈ.